സ്കോഡയുടെ ഏറ്റവും ചെറുതും അഫോർഡബിളുമായിട്ടുള്ള ഇലക്ട്രിക് SUV സ്കോഡ എപ്പിക്. ഞാൻ അഭിജിത്ത് വിജി, വെൽക്കം ടു റിവ്യൂവേഴ്സ് മലയാളം. 2 വർഷം മുമ്പാണ് സ്കോഡ എപ്പിക്കിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡലിനെ കമ്പനി അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2025 മ്യൂണിച്ച് മോട്ടോർ ഷോയിൽ ഇതിൻ്റെ ഒരു ക്ലോസ്ഡ് പ്രൊഡക്ഷൻ വേരിയൻറ്റിനെ അവതരിപ്പിച്ചു. ഈ 2026 ഒഫീഷ്യലി അത് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിലവിൽ സ്കോഡയുടെ എൽറോക്ക്, ഏനിയാക് മോഡലുകളുടെ താഴെയായിട്ടായിരിക്കും എപ്പിക്കിനെ പ്ലേസ് ചെയ്യുന്നത്. അതായത് EV സെഗ്മെൻറ്റിലേക്കുള്ള കമ്പനിയുടെ ഒരു എൻട്രി പോയിന്റ് ആയിരിക്കും ഇനി മുതൽ എപ്പിക് എന്ന് പറയുന്നത്. സ്കോഡയുടെ മോഡേൺ സോളിഡ് ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന ആദ്യത്തെ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഡിസൈനിൽ നമുക്കൊരു ബോൾഡ്നെസ് ഓവറോൾ ഫീൽ ചെയ്യുന്നുമുണ്ട്. മുന്നിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രിൽ ഏരിയ കാണാൻ പറ്റും. ആ ഗ്രിൽ ഏരിയ കണക്ട് ചെയ്തുകൊണ്ടാണ് LED DRLs, T ഷേപ്പിനുള്ള LED DRLs പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ DRLസിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഒരു L ഷേപ്പിന് കുറച്ച് താഴെയായിട്ടാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൽ മെട്രിക്സ് LED ഓപ്ഷൻ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് താഴെയായിട്ട് വളരെ വലിയൊരു ബമ്പർ ഏരിയ, നമുക്ക് പെട്രോൾ SUV വാഹനങ്ങളോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിൽ ഒരു വലിയൊരു ബമ്പർ ഏരിയ കാണാൻ പറ്റും. അതിൽ 8 വെർട്ടിക്കൽ സ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. ഈ വെർട്ടിക്കൽ സ്ലേറ്റുകൾ ആക്ച്വലി ഫങ്ഷണലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൂളിംഗ് പർപ്പസിനും മറ്റും ആവശ്യമായ സമയത്ത് ഓപ്പൺ ആവുന്ന രീതിയിലാണ് അതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. റിയറിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് യൂണിറ്റ് വരുന്നില്ല. T ഷേപ്പിനുള്ള ഒരു LED ടെയിൽ ലൈറ്റ് യൂണിറ്റാണ് വരുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ വളരെ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു പാറ്റേൺ കണ്ടിന്യൂഷനായിട്ട് വന്നിട്ട് ഒരു റിയറിൽ വളരെ ചങ്കി ആയിട്ടുള്ള ഒരു ബമ്പർ ഏരിയ കാണാം. മുന്നിൽ കണ്ട അതേ ഒരു സ്റ്റൈലിങ്ങിൽ റിയറിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 8 വെർട്ടിക്കൽ സ്ലേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ എയറോഡൈനാമിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള 17 ഇഞ്ചിൻ്റെയും 19 ഇഞ്ചിൻ്റെയും അലോയ് വീൽസ്. വേരിയൻറ്റ് മാറുന്നതനുസരിച്ച് ആ ഒരു വീൽ സൈസ് മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. 17 ഇഞ്ചിൻ്റെയും 19 ഇഞ്ചിൻ്റെയും വീൽ സൈസിൽ വരുന്ന ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഓവറോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ബോഡി ക്ലാഡിങ്ങും അതേപോലെ തന്നെ സ്കിഡ് പ്ലേറ്റുകളും കൊടുത്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് റൂഫ് മൗണ്ട് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ളൊരു സ്പോയിലറാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് പിന്നെ വലിയൊരു C-പില്ലർ ഏരിയ കാണാൻ പറ്റും. അവിടെ സ്കോഡയുടെ വാട്ടർമാർക്ക് ഉണ്ട്. ഒരു ഡിസൈൻ പ്രൊപ്പോഷൻ, ഓവറോൾ ഒരു ഡിസൈൻ പ്രൊപ്പോഷൻ നോക്കുമ്പോൾ വളരെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഡിസൈനും അതേപോലെ തന്നെ വലിയ വലിപ്പവും തോന്നുന്ന ഒരു വാഹനമാണ്. എബോവ് 4 മീറ്റർ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസിലേക്ക് പോകാം. 2601 മില്ലിമീറ്റർ വീൽ ബേസും 4171 മില്ലിമീറ്റർ നീളവും 1798 മില്ലിമീറ്റർ വീതിയും 1581 മില്ലിമീറ്റർ ഹൈറ്റുമാണ് വാഹനത്തിനുള്ളത്. വാഹനത്തിന്റെ ഡ്രാഗ് കോഎഫിഷ്യൻ്റായി പറയുന്നത് 0.275 ആണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഗ്രേ, മിൻ ഗ്രീൻ, ബ്രൗൺ എന്നീ 3 കളർ ഓപ്ഷനുകളിലായിരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലേഔട്ട് വരുന്നത്. 2 സ്പോക്ക് റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. മാത്രമല്ല ഓവറോൾ ഒരു സിമ്പിൾ ക്ലീൻ ലേഔട്ടാണ് നമുക്ക് പറയാം. 13 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റ് ഒരു ചെറിയ ഡ്രൈവർ ഡിസ്പ്ലേ യൂണിറ്റാണ്. ഇത് കൂടാതെ ധാരാളം ഒരു മോഡേൺ വാഹനമാണെങ്കിൽ കൂടി ധാരാളം ഫിസിക്കൽ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ മോർ കൺവീനിയൻസ്. അതേപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് സെൻട്രൽ കൺസോളാണ് വരുന്നത്. അതിൽ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആപ്പിൾ കാർപ്ലേ, ഓൺഡ്രോയിഡ് ഓട്ടോ, പാനോറമിക് സൺറൂഫ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിംഗ് പാഡ്, 10 സ്പീക്കർ കാൻഡഡ് സൗണ്ട് സിസ്റ്റം എന്നിവയാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ ഫംഗ്ഷനാലിറ്റീസിനൊപ്പം ADAS ഫീച്ചേഴ്സും 7 എയർ ബാഗുകളും 360 ഡിഗ്രി ക്യാമറയും നൽകിയിട്ടുണ്ട്. 475 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇതുകൂടാതെ 25 ലിറ്ററിൻ്റെ ഒരു ഫ്രങ്ക് സ്പേസും നൽകിയിട്ടുണ്ട്. ഫോക്സ്വാഗൻ ID പോളോ GTയുടെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ടോപ്പിൽ കണക്ട് ചെയ്യാം. ഈ ഒരു ഫോക്സ്വാഗൻ ID പോളോ GTI വന്നിരിക്കുന്ന അതേ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സ്കോഡ എപ്പിക് വന്നിരിക്കുന്നത്. MEB+ പ്ലാറ്റ്ഫോമിലാണ് 2 വാഹനങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 4 വീൽ ഡ്രൈവ് വാഹനമായ എപ്പിക് വരുന്നത് 38.5 kWh ഒരു ബാറ്ററി പാക്കിലും 55 kWh ഒരു ബാറ്ററി പാക്കിലുമാണ്. ഈ 2 ബാറ്ററി പാക്കിലുമായിട്ട് 3 വേരിയൻസിലായിട്ടായിരിക്കും വാഹനം വിപണിയിലെത്തുക. എപ്പിക് 35, 40, 55 എന്നീ 3 വേരിയൻറ്റിലായിരിക്കും വാഹനം വരുന്നത്. അതിൽ എപ്പിക് 35ഉം 40ഉം യൂസ് ചെയ്തിരിക്കുന്നത് 38.5 kWh ബാറ്ററി പാക്കാണ്. ഇനി ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പവർ ഔട്ട്പുട്ടിലാണ് ഈ 2 വേരിയൻസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. എപ്പിക് 35ൽ 116 ഹോഴ്സ് പവറും എപ്പിക് 40ൽ 135 ഹോഴ്സ് പവറുമാണ് പവർ ഔട്ട്പുട്ട് വരുന്നത്. ഇതുകൂടാതെ 2 വാഹനങ്ങൾക്കും 267 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് വരുന്നത്. എന്നാൽ ടോപ്പ് മോഡലായിട്ടുള്ള എപ്പിക് 55ൽ വരുന്നത് 55 kWh ബാറ്ററി പാക്കാണ്. 211 ഹോഴ്സ് പവർ, 290 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. 38.5 kWh ബാറ്ററി പാക്ക് വരുന്ന വാഹനത്തിന് 310 കിലോമീറ്ററും 55 kWh ബാറ്ററി പാക്ക് വരുന്ന വാഹനത്തിന് 440 കിലോമീറ്ററുമാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. ലാർജർ ബാറ്ററി പാക്കിൽ 10%-ൽ നിന്നും 80%-ൽ എത്താനായിട്ട് DC ഫാസ്റ്റ് ചാർജറിൽ 24 മിനിറ്റുകൾ മാത്രം മതി. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 25,000 യൂറോ മുതൽ 31,350 യൂറോ വരെയാണ്. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ മുതൽ 21 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വില വരാം. നിലവിൽ ഫോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളൊന്നും ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഡിസ്കഷനും നടക്കുന്നില്ല. പക്ഷേ ഈ സ്കോഡ എപ്പിക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ഇലക്ട്രിക് SUV തന്നെ നമുക്ക് കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു
440 കിലോമീറ്റർ റേഞ്ചോട് കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇന്ത്യയിൽ സ്കോഡ, പ്രത്യേകിച്ചും സ്കോഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഒരു EV ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ള വാഹനമാണ്. പ്രത്യേകിച്ചും ടാറ്റ മഹീന്ദ്ര പോലുള്ള ബ്രാൻഡുകൾക്കൊക്കെ കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡിനെ ഇവിടെ ആ ഒരു മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കേട്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് എപ്പിക്കിനെ പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us ഫോർ മോർ വീഡിയോസ്.